പെട്രോൾ ഡീസൽ വില ഉടൻ കുറയ്ക്കില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭ്യമാക്കിയതുവഴി എണ്ണക്കമ്പനികൾക്ക് ഉണ്ടായ 2.1 ലക്ഷം കോടി രൂപയുടെ നഷ്ടം നികത്താനാണ് ഇപ്പോഴും കൂടിയ വിലയിൽ തുടരുന്നത്. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിപണിയിലെ ഇപ്പോഴത്തെ വിലയിടിവ് ഇനിയും 2-3 മാസം തുടർന്നാൽ മാത്രമേ വില കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ എന്നും മന്ത്രി. പെട്രോൾ ഡീസൽ വില ഉടൻ കുറയ്ക്കില്ലെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. പശ്ചിമേഷ്യൻ സംഘർഷ നാളുകളിൽ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇരട്ടിയോളം ഉയർന്നിട്ടും പെട്രോൾ വിലയിൽ 5% വർധന മാത്രമാണ് ഇന്ത്യ വരുത്തിയത്. വികസിത രാജ്യങ്ങളും എണ്ണ ഉൽപാദക രാജ്യങ്ങളും 20% മുതൽ 35% വരെ വില കൂട്ടിയ സാഹചര്യത്തിലാണിത്. ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ മാത്രം പൊതുമേഖലയിലെ എണ്ണ കമ്പനികൾക്ക് 74,781 കോടി രൂപ നഷ്ടമായി. കുറഞ്ഞ വിലയ്ക്ക് പെട്രോളും ഡീസലും LPGയും ലഭ്യമാക്കിയത് വഴി ഇതുവരെയുണ്ടായ നഷ്ടം 2.1 ലക്ഷം കോടി രൂപയാണെന്നും മന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ എണ്ണവില ഇപ്പോൾ ബാരലിന് $70 സംഘർഷ നാളുകളിൽ $125 മുകളിൽ വരെയായിരുന്നു വില. ഇപ്പോൾ വാങ്ങുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് വിപണിയിലെത്താൻ 2 മാസത്തിലേറെ സമയമെടുക്കും. കൂടിയ വിലയിൽ വാങ്ങിയ ക്രൂഡ് ഓയിലിൽ നിന്നുള്ള പെട്രോളും ഡീസലുമാണ് നിലവിൽ വിപണിയിലുള്ളത്. ഇപ്പോഴത്തെ നിലയിൽ കുറഞ്ഞ വില 2-3 മാസം തുടർന്നാൽ മാത്രമേ ഇന്ധനവില കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കാൻ കഴിയൂവെന്നും മന്ത്രി വ്യക്തമാക്കി. ഹോർമൂസ് വഴിയുള്ള ക്രൂഡ് ഓയിൽ നീക്കം തടസ്സപ്പെട്ടപ്പോൾ ഇന്ധന വിതരണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. രാജസ്ഥാനിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പുതിയ എണ്ണ ശുദ്ധീകരണശാല ഉടൻ പ്രവർത്തനം തുടങ്ങും. 6 മാസത്തിനകം രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 270 ദശലക്ഷം മെട്രിക് ടണ്ണിൽ നിന്ന് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്